കേരളത്തിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് മലയുടെ മുകളിൽ ഞാൻ അടുത്ത 24 മണിക്കൂർ സർവൈവ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ആദ്യം ഈ മല കയറണം. കേറല വൈബിൽ അങ്ങ് കയറി പോകും. പക്ഷെ ഇത്രയും സാധനം മുകളിലേക്ക് എത്തിക്കലാണ് കഷ്ടപ്പാട്. വെയിറ്റ് ഉണ്ടോ വെള്ളത്തിന്? 10 കിലോ ഉള്ളൂ. അരമണിക്കൂറായി കയറാൻ തുടങ്ങി. ഇതുവരെ ഈ മലന്റെ ഒരു കാല് പോലും കയറിയില്ല. നമ്മളെത്തുമ്പോഴേക്ക് ചാവും. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോൾ ഫോട്ടോ എഡിറ്റുകളെ കൊണ്ടുപോയാലാ ഇതുപോലെ അങ്ങനെ കുത്തിയിരുന്ന് ഫോട്ടോ എടുത്തു. എന്തോരെ ടൈമായി എന്നറിയോ? 12 മണിയാകുമ്പോൾ അവിടെ കയറുന്നായി ഞങ്ങൾ വിചാരിച്ച്. ഇപ്പം പകുതി പോലും ആയില്ല. ഒരു കിടിലൻ സ്ഥലത്ത് ഒരു വലിയ പാറ കയറും. ഇവിടെയൊക്കെ പന്നി ഒക്കെ മെയിനായിട്ട് കൂടുന്ന സ്ഥലമായിരിക്കും. ആടെ ഒരു മല ഉണ്ടല്ലേ, ഇനി അത്രയും പോകാനുണ്ട്. ഇവിടെ താഴോട്ട് പോകണാണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണാണോ സുഖം? താഴോട്ട് ഇനി കുറവേ ഉള്ളൂ. ഇനി എന്തോരം നടക്കാണ്ട് അറിയോ? എന്താ വ്യൂ. അതിപ്പോ എങ്ങി കയറിയിട്ട് തലറങ്ങിട്ട് തോന്നുക. ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കോഴിമുട്ട മൊത്തം പൊട്ടിച്ച് ഞങ്ങൾ പട്ടിണി. അല്ലെങ്കിൽ മൊത്തത്തിലൊരു പുൾസൈ അടിക്കേണ്ടി വരും. ട്രക്ക് ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. സംഭവത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കാട് പിടിച്ചില്ല. സംഭവം ഈ ടെന്റിന് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ പറഞ്ഞ്. നമ്മളൊക്കെ പിടിച്ചപ്പോൾ അത്ര വെയിറ്റ് ഇല്ലായിരുന്നു. ഇത് ഇത്രയും കയറിയ പൈക്കും ഇതിനിങ്ങനെ ഓരോ അടി വെക്കുമ്പോൾ വെയിറ്റ് കൂടുകയായിരുന്നു. അങ്ങനെ വയ്യുണ്ടോ അതേക്ക്? ഇവിടെ ഇവിടെ ഒരു കമ്പി വെയിൽ ഞാൻ കണ്ടീനു. ആ കമ്പി വെയിൽ കിട്ടിയ തെറ്റാ. എന്താടാ കൊയങ്ങിയോ? ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ പോയി ഹൊബാർട്ട് സ്റ്റോറിന് അടിക്കുക. ഇപ്പോൾ ഗീവ് അവേ നടക്കുന്നുണ്ട്. 10 മാസത്തെ ഗീവ്, 1 ലക്ഷം റുപ്യൻ്റെ. സ്വന്തം ഷോപ്പിന് പ്രൊമോഷൻ കൊടുക്കാണ് അതിൻ്റെ ഇടയിൽ കൂടിയാ. എന്തായാലും ഒന്ന് കയറി നോക്കി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എത്താനോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു കൈ ഫോണും ഒരു കൈ സാധനവും പിടിച്ച് കയറാനാണ് അവർ. ഫസ്റ്റ് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് അവനോട് വെള്ളം വാങ്ങുക. 10 ലിറ്റർ ഒന്നും എടുക്കണ്ടില്ല. അതിനു കുറച്ച് വെള്ളത്തിന് ഇതായി ചെന്നാലും വേണ്ടില്ല. 10 ലിറ്ററിന് ഒടുക്കത്തെ വെയിറ്റ്. നൈസായിട്ടൊന്ന് പാളയും. ഇനി മുന്നോട്ട് വഴിയില്ല. തിരിച്ചതുപോലെ തന്നെ പോയിട്ട് അപ്പുറത്തുനിന്ന് കയറേണ്ടി വരും. നമുക്കേ പന്നി പോയി അതേ വഴിക്കൂടെ പോവാണെങ്കിൽ ഏടെങ്കിലും ഒക്കെ എത്തും. പന്നിന്റെ മടയിലെത്താണ്. ഏടെങ്കിലും എത്തുന്നില്ലേ വഴി എത്തിക്ക്. ഇനി ഒരു കാര്യമുള്ളൂ, പെടാട്ടിരിക്കുക. വെള്ളം പൊക്കരുതേ, വെള്ളം പൊക്കരുതേ. അത് കയറി തേടി എത്തുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചുരുളിപ്പെട്ടിക്ക്. കാരണം ഞങ്ങൾ ഈ ഒരു ഏക്കറെ കൂടി തന്നെ ചുറ്റി കളിക്കുക. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ നിർത്തി. ഇവിടെ ഇപ്പം ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി 8 പോവാം. ഇപ്പം കറക്റ്റ് 1 മണിയാനായി. വരുന്ന വഴിക്കൊന്ന് വീണീനു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തോലും എന്തെങ്കിലും കിട്ടിക്കോ? എല്ലാവരെയും കൈമേൽ ആടെയും ഇവിടെയും ഒക്കെ ചെറിയ പാട് വന്നിട്ട് മുകളിലെത്തുമ്പോഴേക്ക് ഇനി ഉണ്ടാവും അറിയൂല. സത്യത്തിൽ നമ്മൾ വഴി തെറ്റില്ല. അപ്പൊ കുമാരെ മൊത്തത്തിൽ നടിപ്പിക്കാണ്ട് ഞാൻ ഒന്ന് ഏതൊക്കെയാണ് വഴി എന്ന് നോക്കട്ടെ. കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഒരു വട്ടം ഇവിടേക്ക് വന്നിക്ക്. പക്ഷെ എന്നോട് മറന്നുപോയി സത്യമായിട്ട്. എന്തൊക്കെ പറ്റിയെന്ന് അടുത്തിയാൽ മാത്രമേ അറിയൂ. എന്തായാലും ഏതൊരു വഴി കിട്ടുമോ നോക്കട്ടെ. വഴി കിട്ടിയില്ലെങ്കിൽ തീർന്ന്. കാരണം ഒരുപാട് ഇപ്പം നടന്നിക്ക്. ഇഞ്ചായിട്ട് പുല്ലുള്ള സ്ഥലത്തെത്തിക്ക്. ഇനി ഏട്ടാ പോകേണ്ടത് സത്യമായിട്ട് അറിയൂല. മുള്ളാണ് സീന്. തീറ്റ മുള്ളുള്ള സാധനല്ലേ. ഇതാണ് മൊത്തത്തിൽ ഇങ്ങനെ വരിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിങ്ങട്ട് എടുക്കുന്ന രീതിയിലാണുള്ളത്. ഞാൻ വളരെ മണ്ടനാണ്. കാരണം എന്താ വെച്ചാൽ ട്രക്കിങ്ങിന് വരുമ്പോ ആരെങ്കിലും ഇതുപോലുള്ള ചെരുപ്പൊട്ട് വരുമോ? ഞാൻ വരും. എന്നിട്ട് കാൽമേലൊക്കെ മുറിയായിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കും. ഷൂട്ടാ മതിയായിരുന്നു. വെള്ളം കുടിക്കാൻ കഴുത്തിലൊക്കെയാണ് മുള്ള ഒടുങ്ങുന്നത്. ഞാൻ വിട്ട് പുറത്തൊന്നായിട്ട് മുള്ളൊടുങ്ങി കിടക്കുകയാണ്. മുള്ളില്ലാത്ത വേറെ ഏതാ വഴി ഉണ്ടാവുമോ? ഒരു കഴിഞ്ഞ പ്രദേശത്തി മൊത്തം വരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എവിടെ പോയാലും ഒരു സാധനം ഉണ്ടാവും. ബിയർ ബോട്ടിൽ. ഇതൊറ്റാൻ അറിയാണ്ട് കാലുമ കയറിയുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. കീറി അങ്ങ് പോകും. ഏകദേശം ഇപ്പൊ 2.5 മണിക്കൂർ എത്താനായി ഞങ്ങൾ ഇത് കയറാൻ തുടങ്ങിയിട്ട്. സംഭവം തോനെയും വഴി തെറ്റിയിട്ടും പിന്നെ ആണെങ്കിൽ ഇത്രയും സാധനം കൊണ്ടുപോകുന്നതിനെ കൊണ്ട് മുകളിലെത്തുമ്പോഴേക്ക് കുഴങ്ങുന്നേ. അപ്പൊ കുറച്ചൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോരുന്നത്. നീരുറവാ. ഇനി ഇത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി ഇതുപോലുള്ള ഒരു സെക്ഷൻ കാട് കൂടി കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം ഒരു പാറ കയറാൻ. നമുക്ക് തീയത്തിക്കാനുള്ള വലിയ കാടുണ്ട്. ഇനി ചെരുപ്പിന്റെ ഉള്ളിലാക്കി കൊണ്ടോണ്ടാ. മഴ പെയ്യുന്നതിന് മുന്നേ അവിടെ എത്തണം. കാരണം ഞങ്ങളെ വെളിച്ചത്തിന്റെ ഇതൊക്കെ നന്നായി കേട് വരും. പക്ഷേ വഴിയില്ല ഇനി മുന്നോട്ട്. നമ്മളെന്ത് ചെയ്യും? ഇവിടെ ടെന്റ് അടിക്കേണ്ടി വരും. വീഴരുത്. ഓൾമോസ്റ്റ് മുകളിലെത്തിയേക്ക്. ഇനി കണ്ടമാനോ മുള്ളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക്. ഇനി പാറമ കയറിയാ പിന്നെ സേഫ് ആണ്. ഇത് മുള്ള അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. താഴോട്ട് ബുക്കാണ്ട് നോക്കിയാൽ മാത്രം. അതാ ഇത്രയും സാധനം കൊണ്ട് ഇനി ഇതിലെങ്ങനെ കയറണം. വീണ പല്ലുണ്ടാവില്ല. ഇത്രക്ക് വ്യൂ ഉണ്ടായി ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങും വിചാരിച്ചില്ല. പക്ഷെ ഇത്രക്ക് വ്യൂവും വിചാരിച്ചില്ല. കിടിലോ? നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റുണ്ട്. മിക്കവാറും പെരും മഴത്തായിരിക്കും ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇത്രയും നേരം വെയിലൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വന്നായിരുന്നു. ഇവിടെ പാറമലെത്തിയപ്പോഴേക്ക് പൊരിഞ്ഞ വെയിൽ. ഇത്രയും നേരം നല്ല മഴയൊക്കെ വരാൻ നല്ല തണുത്ത കാലാവസ്ഥ ആയിരുന്നു.
പെട്ടെന്ന് വെയിലായിട്ട് വന്നേ വരിക നമുക്കിതാ ഈ പാറ കയറേണ്ടതാ. പാറ കയറി അപ്പുറത്ത് കയറിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് വെക്കാൻ. കുറെ നേരം ഞാൻ പറയുന്നുണ്ടാവും എത്താനായിരുന്നു. സത്യത്തിൽ എനിക്ക് വയ്യ അറിയാത്തയും കൊണ്ടാ. വയ്യ അറിയെങ്കിൽ ഞാൻ എത്താനായി എന്ന് പറയൂല. ഇത് കുറെ ഉണ്ട്. ഈ പാറ ഇനി മുകളിലോട്ട് ഇതാ ഈ കോൽമ കൂടിയ കയറണം. ഇപ്പം 2:30 ടൈം. ഞങ്ങളിത് 10:30 തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു 90% ഞങ്ങൾ കയറി കഴിഞ്ഞത്. ഏകദേശം ആടൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ ഈ ടെന്റ് കെട്ടുന്നത്. ഇവിടെ കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ. കയറിന്റെ എക്സ്പീരിയൻസ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ 100. എന്റെ മുഖം കെട്ടാങ്ങനല്ലോ. പാറമക്കൂടെ കയറുമ്പോ നമുക്ക് വെയിലൂടെ ആയിട്ട് മൊത്തത്തെ തീരെയായിരുന്നു. ഇനി ഒരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം കണ്ട് ആടെ ഞങ്ങൾ ടെന്റ് അടിച്ച് കെടുക്കും. 2:30 ടൈം. ഞങ്ങൾ 10:30 തുടങ്ങിയതാ. സെറ്റാണ്. നെഗറ്റീവ് അടിക്കില്ലടാ. അതായത് നമുക്ക് പാമ്പ് അടിച്ചാലും കടുവ അടിച്ചെന്ന് തന്നെ പറയാം. ഒരു ജീവിന്റെ കാട്ടമുണ്ട്. ഞങ്ങൾ ഇതിന്റെ അപ്പുറത്താണ്, നേരെ അപ്പുറത്ത് തന്നെയാണ് ടെന്റ് അടിച്ച് കെടുക്കാൻ നോക്കുന്നത്. എന്ത് ജീവിയാണെന്ന് അറിയില്ല. അന്ന് അറ്റാക്ക് ഒന്നും ചെയ്യൂലായിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഏകദേശം മുകളിലെത്തിക്ക്. ഇനിയിപ്പോ ഇതാ സാധനമൊക്കെ ഇവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ആരോ വന്ന് അടുപ്പൊക്കെ കൂട്ടിക്ക്. ഇനിയിപ്പോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അടുപ്പൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ആ കോഴിമുട്ട ഓവർ വെച്ചേക്കുന്നത് നല്ലതല്ലാത്തതും കൊണ്ട് ഇപ്പം തന്നെ ചെയ്തങ്ങ് കഴിച്ചാക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പം കെട്ട് നാറിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല. മൊത്തം ഉണങ്ങിയതായതിനെ കൊണ്ട് സൂക്ഷിച്ചില്ല ഈ മല കത്തിച്ചെന്ന് പറഞ്ഞ് നാളെ നാട്ടുകാർ ഞങ്ങളെ തല്ലു. കോഴിമുട്ട വാങ്ങിയത് ഇപ്പൊ ഇങ്ങനെ കോരി എടുക്കേണ്ട അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 3 കോഴിമുട്ട പൊട്ടിയില്ല. അപ്പൊ ട്രക്കിങ്ങിന് വരുന്നവര് കോഴിമുട്ട എടുക്കാണ് അതിനെ വല്ല ഭദ്രമായി വെക്കണം. ലൈക്ക് നമ്മളെ ബോൾ സൂക്ഷിക്കും പോലെ. നല്ല കോഴിമുട്ട, പിന്നെ ബ്രെഡ്, പിന്നെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴുള്ള വൈബ്. ആഹാ അന്തസ്. ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നത്. കോഴിമുട്ട കാലിയായി. ചെറുതായിട്ടൊന്ന് ജീവൻ വെച്ച പോലെ ആയിരിക്കും. ഇനിയിപ്പോ ഒന്ന് ഇതിലങ്ങനെയൊക്കെ ഒന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ടെന്റ് അടിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാന്ന് നോക്കിയിട്ട് വേണം ആടെ ടെന്റ് അടിക്കാൻ. അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള നേരത്തെ ഞങ്ങൾ പറഞ്ഞതേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ടെന്റ് അടിക്കാനുള്ള സ്ഥലം നോക്കി പോകാനല്ലേ. പക്ഷേ ആവൂല. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇതാ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇട്ടൊന്ന് ഇവിടെ കെടുക്കുകയാണ് 3 നാടുകൂടിയോ. ഞങ്ങൾ ഇവിടെ കെടുന്നേ. പക്ഷെ ഒരു തുള്ളി കണ്ണടയ്ക്കാൻ പോലും സമ്മതിച്ചില്ല. കാരണം സാധാരണ ചോണനൊന്നും കടിക്കല്ലോ. ഇവിടുത്തെ ചോണ പണ്ടാരടങ്ങാനായിട്ട് തീർന്നേക്കാട്ടിലും കടിയാണ് കടിക്കുന്നത്. കാട്ട ചോണനാണെന്ന് പറഞ്ഞ് അതിൽ കടി അടിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലായിട്ട് ആ ചോണനല്ല ഇവിടെ ഉള്ളത്. നല്ല കടിയാണ്. രാത്രി എങ്ങനെ ഉറങ്ങാന്ന് പറയാൻ പറ്റൂല. സാധനമൊക്കെ ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. കുറച്ച് അപ്പുറത്തേക്ക് എത്തിയാൽ പാറ ഉണ്ടാവും. ഒരു പാറമ്പിലത്തേക്ക് മറ്റേടത്തൊന്നുള്ള പോലെ ഇപ്പം ഇവിടെ വെയിലില്ല, നല്ല കാറ്റും. വൃത്തികെട്ട ചോണനുകളില്ലാത്ത ഒരു സ്ഥലം കിട്ടി. ഇനിയിപ്പം വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഒരു ഉണ്ണിയറക്ക് ഉറങ്ങാം. കാരണം അത്രയും ടയർഡ് ആയിക്കല്ലോ. അത്യാവശ്യം നല്ല ഫീലാണ് ഇവിടെ എടുക്കാൻ. ഓവർ വെയിലും ഇല്ല, ഒരു ഇളം കാറ്റും. നമുക്ക് രാത്രിയൊക്കെ ക്യാമ്പ് ഫയറിന് കുറച്ച് വിറകൊക്കെ കിട്ടിയിരിക്കുക. അപ്പോ നമുക്ക് ഒന്ന് ഇവിടെ നോക്കി വെക്കാം, തിരിച്ചു പോകുമ്പോ എടുക്കാം. ഇനി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയൂല. മൊത്തത്തിൽ ഇങ്ങനെ ഒരു കാടാണ്. ഏതെങ്കിലും നല്ല വ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോകണം. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വേനാടുന്ന് എണീച്ച് വന്നേ. ഞാൻ നോക്കാം പെട്ടെന്ന് വരുന്ന ഒരു സൗണ്ട് തന്നെ. വല്ല ജീവി ആയിട്ടാണെങ്കിൽ ഓടണല്ലോ. ഇല്ല, വന്യജീവിയൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഇവിടെ. അതിനെക്കൊണ്ട് എല്ലാം പ്രതീക്ഷിച്ച് നിൽക്കണം. അത് റംബുട്ടാനാണെന്നും പറഞ്ഞിട്ട് പറിക്കാൻ പോവുകയാണ്. റംബുട്ടാൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അതാണ് ഇവന്മാര് പറഞ്ഞില്ലേ. ഞാനൊക്കെ പറിച്ച് ഞാൻ മരം ഫുള്ള് ഇവിടെ കൊണ്ടുവന്ന ബാഗും വെള്ളം ഒന്നും കൊണ്ടുപോയില്ല. മൊത്തം ഒരു 6 മണിയൊക്കെ ആകുമ്പോ തീയൊക്കെ കത്തിച്ച് ഒരു ടെന്റൊക്കെ അടിച്ച് അങ്ങനെ തുടങ്ങാം. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. നല്ല പുലിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ കാട്. അതായത് ചെറിയ ചെറിയ പുല്ലൊക്കെ ഉള്ള അങ്ങനത്തെ സ്ഥലമാണ്. ഞാൻ പറയട്ടെ, ഒരു കാക്കനെ പോലും കാണില്ല. അത് സത്യാട്ടോ. അതായത് സംഭവം ഞങ്ങൾ ഇവിടെ ഒരു ജീവിനെയും കണ്ടില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെയോ വലിയ ജീവി ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അതായത് കാട്ടവും കാൽപ്പാടവും വൈകളൊക്കെ നമ്മൾ തോന്നാണോ അറിയില്ലേ. ഇങ്ങനത്തെ ഒരു പുല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയത് മനുഷ്യന്മാര് പോയ പോലത്തെ അല്ല, പക്ഷെ ഈ മൃഗങ്ങളൊക്കെ പോയ പോലത്തെ സംഭവം. ആടി ഒന്ന് പോണം. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോവാ. ഓക്കെ, ഇവിടാണ് വ്യൂ. ഇതിന്റെ ഫ്രെയിം കിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാലും നല്ല ബ്യൂട്ടിഫുൾ ആയ ഫ്രെയിമാണ്. എന്റെ മോനെ, അടുത്ത പരിപാടിക്ക് അല്ല അതിന്റെ അടുത്ത പരിപാടിക്ക് ഡ്രോൺ വാങ്ങണോ. കാരണം ഇതുപോലുള്ള പരന്ന സ്ഥലം നമുക്ക് കേടൊക്കെ നോക്കണം. ഇതുപോലെ അറിയോ, ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുക. ഒരു കാക്കനെ പോലും കണ്ടില്ല പറഞ്ഞില്ലേ. ഇതാക്കുന്ന പരുന്ത്, കാക്കല്ല ഇതാക്കുന്ന. ഇനിയിപ്പോ പരുന്തിനെ കണ്ടില്ല എന്ന് വേണ്ട. ചെന്നാൽ ഇത്ര നേരം ഇത്ര ഇവിടെ വന്നിട്ട് ഒരു കാക്കനെ പോലും കണ്ടില്ലായിരുന്നു. വേനൽക്കാലത്താണെങ്കിലേ ഇതവിടെ ഫുള്ള് കരിയലായിരിക്കും. ഏടെങ്കിലും നല്ല കെടുക്കാൻ പറ്റി, അതായത് ടെന്റ് സേഫ് ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും തപ്പി ഞങ്ങൾ ഇങ്ങനെ പോവാ.
ആണ്. കുറച്ച് ഏരിയാസ് ഒക്കെ കണ്ടിക്ക്. അപ്പൊ എന്നാലും അതിൽക്കും സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും വീണ് കേട്ടോ ഈ മൊത്തത്തിൽ തലേ തള്ളിയിടുവോ. ഇഞ്ചൊരു ഇത് വെച്ച് ഇപ്പുറത്ത് നല്ല വ്യൂ ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ കണ്ടതിനെക്കാട്ടിലും കിടിലം വ്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ ആണല്ലോ സൂര്യൻ അസ്തമിച്ചത്. അന്നപ്പോ ഉദിക്കുന്നത് ഇവിടെ ആണ്. അപ്പൊ രാവിലെ കിടിലം വ്യൂ ആയിരിക്കും. എന്തോ ഒരു ജീവി ഇവിടെ ഉണ്ട്. ഇവിടെ പന്നിയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ജീവി ഇവിടെ ഉണ്ട്. ഇതിൻ്റെതായിരിക്കും കുറെ നേരമായിട്ട് അതിന്റെ കാട്ടങ്ങനെ കാണുന്നുണ്ട്. പുലി വരുന്നൊരു പറല്ലേ. എനിക്ക് എപ്പോഴേ പറയാൻ തോന്നുന്നു മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട്. സത്യത്തിൽ അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാക്ക് നമ്മുടെ നാട്ടിൽ പുതിയ മല തുടങ്ങാണ്. ഇനി അപ്പുറത്ത് വേറൊരു പുതിയ മല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഉരുള് പൊട്ടിയിരുന്നു. ആ ഏരിയയുടെ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. 2018 ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് രാത്രിയാവും. വെറുതെ അങ്ങോട്ട് പോയി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം തന്നെ 6 മണിയായി. ഇപ്പൊ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നല്ല രീതിയിൽ ഇരുടാവും. നിന്നടുത്ത് തന്നെ ടെന്റ് അടിക്കുന്നല്ലേ? അല്ല, നല്ല സ്ഥലം കണ്ട് വേറെ ഇല്ലല്ലോ. നമ്മൾ ഇതുവരെ കണ്ടേലേ. നമ്മൾ നിന്നടുത്ത് തന്നെ ടെന്റ് അടിക്കാൻ പോവാണ്. അങ്ങോട്ട് പോയാൽ നല്ല സ്ഥലം ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ ടൈമില്ല. ഇവിടെ കേറിയത് വെറുത്താണോ? വെറുത്താണ്. ആഗ്രഹിച്ച സംഭവമാണ് നിറവേറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. ഏത് നൈറ്റ് അറിയാത്ത വഴിക്കൂടെ ഇങ്ങനെ ഏതോ മലയിൽ ഇങ്ങനെ കയറി നടക്കാനേ നല്ല ഫീലാണ്. ഞാനിതാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്യണം. ഇതൊക്കെ ലൈഫിൽ ഒരു വട്ടം മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് കത്തിക്കേണ്ടി കേട്ടോ രാത്രി. ഓക്കെ, മരമൊക്കെ അതാ ആടെത്തിക്ക്. ഇനി കുറച്ചുകൂടി ഉള്ളു നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഇത്ര വിറകാണ് ഞങ്ങളിപ്പം ഇവിടെ കൊണ്ടുപോകുന്നത്. ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക്. ജസ്റ്റ് ഒന്ന് ഒരു 10-11 മണി വരെ തീ കത്തിക്കാന്. പിന്നെ കിടക്കുമ്പോൾ എന്തായാലും ഞങ്ങൾ തീ കത്തിക്കുന്നില്ല. കാരണം ഇവിടെ മൊത്തം ഉണങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് പടർന്നാല് മൊത്തം കത്തിയിട്ട് ക്ലീനാവും. സൂര്യനൊക്കെ അസ്തമിച്ച് നല്ല രീതിയിൽ ഇരുടായി. അങ്ങാടിയിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ഓൺ ആക്കി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ടെന്റ് അടിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെയും കാണത്തില്ല. പുഴയിൽ ഉപയോഗിച്ച അതേ ടെന്റും ലൈറ്റും ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നേരെ അങ്ങ് ടെന്റ് അടിക്കാൻ വെക്കും. തീയൊക്കെ ഇട്ട് സെറ്റ് ആക്കിക്ക്. പിന്നെ ഇപ്പൊ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിക്ക്. ആഹാ, ഇങ്ങനെ നക്ഷത്രം നോക്കി ഇങ്ങനെ കിടക്കാൻ എന്താ രസം എന്നറിയോ? ഒന്ന് കൂട്ടിച്ച് ഫ്ലാഷ് അടിച്ചിട്ട് മൊത്തത്തിലേ ശരിക്കും ഇങ്ങനെ പുറത്ത് കിടക്കാൻ ഐസ് വൈബാണ്. അതായത് ഇങ്ങനെ നക്ഷത്രമൊക്കെ നോക്കി കിട്ടില്ലായിട്ട് ഇങ്ങനെ കിടക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ അറിയൂല. ഒരുത്തം പുറത്തൊക്കെ ഇടുന്ന ഉറക്കി. ഓവർ ഞാൻ ഫ്ലാഷ് ഇട്ടൊന്നും വീഡിയോ എടുക്കാത്ത എന്താ വെച്ചാൽ ഈ ചാർജ് ഇല്ല. ആകെ 18% ഉള്ളൂ. നാളെ ഒരു 10-11 മണി വരെ ഒപ്പിക്കണോ. സംഭവം ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. വെള്ളം ഞങ്ങളൊക്കെ കൊട്ടക്കണക്കിനാണ് വെച്ചത്. ചിലപ്പം വെള്ളം കൂടി പോകാനും ചാൻസ് കൂടുതലുണ്ട്. അങ്ങനെ പോകുന്ന ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കിടിലോ എക്സ്പീരിയൻസ് ഇല്ല. കാരണം 2 മാസം പുരേന്ന് വിട്ടുന്ന് വേറെ സ്ഥലത്തൂടിയാ. ഇവന് ഈ പറയുന്നത് ഇവന് ഓൾ ഇന്ത്യ മറ്റേ ഇച്ചായിക്ക് ചെയ്ത് പോയിനോ, അതിനെ കുറിച്ചാണ്. ഫുൾ ഒരു തുള്ളി നമ്മൾ വേസ്റ്റ് ആക്കിയത്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതാൻ്റെ ഒരു പാത്രമൊന്നുമില്ല. ഞങ്ങളെ ഒന്നും കൊണ്ടുപോകുന്നില്ല, മറന്നുപോയാണ്. ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഫുഡ് കഴിച്ച് ഇപ്പോഴോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു 9:45 ആയി. ഇനി ഏകദേശം മെല്ലെ കിടന്നുറങ്ങാൻ നോക്കുകയാണ്. ഈ ലൈറ്റ് കാണുന്നതില്ലേ, അവിടെ എന്തോ പരിപാടി. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഇതൊന്ന് കാണുമ്പോൾ നല്ല രസമാണ്. അതായത് നമ്മൾ അത്രയും ഹൈറ്റിലാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പില്ലേ, മറ്റേ താഴത്ത് പരിപാടി എടുക്കുന്ന അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകല്ലേ. ആ വെടിക്കെട്ടൊക്കെ കണ്ടപ്പോ, അതായത് ആ വെടിക്കെട്ട് ഇപ്പം പൊട്ടിച്ച ആൾക്കാർ വിചാരിക്കും മുകളിലാണ് പൊട്ടുന്നത്. മേലോട്ട് നോക്കി കേൾക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഇടാ നോക്കുന്നത് താഴോട്ട് നോക്കിയിട്ടാണ് കാണുന്നത്. കാരണം ഇത് കുറെ താഴത്തുനിന്നാണ് ഈ പൊട്ടി ഇതായിട്ടാണ് താഴോട്ട് നോക്കിയിട്ട് വെടിക്കെട്ട് കാണുന്നത്. ഞാനും എന്തായാലും മെല്ലെ കെടുക്കാൻ നോക്കുകയാണ്. മുകളിലൊരു കുളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പകല് കണ്ടപ്പോ ഒരു കറുത്ത വെള്ളം പോലെ എനിക്കുള്ളത്. അപ്പൊ രാത്രി വന്ന് ടോർച്ച് അടിച്ചു നോക്കിയപ്പോ ഇതില് കുറെ തവളന്റെ മക്കളൊക്കെ ഉണ്ട്. അതിന് ഇതാ കാലൊക്കെ വന്നു. ഫൈനലി ടെന്റിലെത്തി. 9% ചാർജും ഉണ്ട്. ഇനി ആ 9% കൊണ്ട് ഞാൻ തിരിച്ച് പുരയിലെത്തുന്നവരെ വീഡിയോ എടുക്കുമെന്നറിയൂല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. അപ്പം രാവിലെ കാണാം. ഞാൻ നേരത്തെ കിടന്നിട്ടേ ഞാൻ ഐസായിട്ട് ഇങ്ങടിച്ച. കാരണം ഇപ്പൊ 1 മണി അങ്ങനെ എന്തൊക്കെ ആയത്. ഒടുക്കത്തെ ചൂടാണ് ടെന്റിൽ. ഒരു തുള്ളി ഉറങ്ങാനാവത്തില്ല. അപ്പൊ ഞാൻ പുറത്ത് എവിടെങ്കിലും കെടുക്കാന്നുള്ള നല്ലാണ് നിൽക്കുന്നത്. പുറത്ത് സേഫ് ആയിരിക്കും കെടുക്കുന്നത്. എന്തായാലും പുറത്ത് എവിടെയും കെടുക്കാൻ നോക്കണം. ഇപ്പം ടൈം 4 മണിയായി. പുറത്ത് ഞാൻ നേരത്തെ കെടുക്കാൻ തന്നിട്ട് ഇവിടെ കയറി കെടുക്കുകയും ചെയ്ത്. പിന്നെ ഇപ്പൊ നോക്കുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട്. സ്റ്റാറും കണ്ടു കിടക്കാൻ നല്ല രസമാണ് ഇവിടെ. പക്ഷെ ഈ മഞ്ഞ് കാരണം ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ആടെയും ഇവിടെയൊക്കെ തണുക്കുന്നുണ്ട്. ടെന്റിലേക്ക് തന്നെ പോയി നോക്കട്ടെ. പൊതുപ്പൊക്കെ എടുത്ത് ടെന്റിൽ കയറാൻ നോക്കിയായിരുന്നു. പക്ഷെ ഒരു സീൻ എന്താ വെച്ചാൽ എന്താണോ ഇവിടെ എങ്ങനെ കിടന്നായി പുറത്തേക്ക് ഇങ്ങനെ കയറാതെ അറിയില്ല. ഫൈനലി ഒരു സ്പേസ് കിട്ടി. ഗുഡ് മോർണിംഗ്. എത്ര ടൈം ഒന്നും അറിയില്ല. നല്ല ഉറക്കം.
ഇനി എന്താ പരിപാടി എന്നാണ് പുറത്തേക്ക് ഇറങ്ങിയോ അവരോട് ചോദിച്ചോക്കട്ടെ. മുഖമൊക്കെ കെക്കി ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങുകയാണ്. എന്നാലും 3 മണിക്കൂറോ 4 മണിക്കൂറോ ഞാൻ എടുത്തിട്ടാണ് ഇവിടേക്ക് കയറിയത്. തിരിച്ച് പോകാൻ അത്രയും ടൈം എടുക്കുമെന്ന് അറിയൂല. കുപ്പി വെള്ളത്തില് 3 ആൾക്കാര് നോമ്പ് വെക്കുന്നു. ഇതില് നമ്മള് ചായ ഉണ്ടാക്കണം. ആകെ എത്ര വെള്ളമേ ഉള്ളൂ മൊത്തത്തില്. ഇവിടെ ഓവർ നിക്കാൻ പറ്റൂല, വേറെ ഇറങ്ങണം. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര ഇട്ട് മെല്ലെ ഒരു ചായ കുടിച്ചാൽ കുറച്ച് എനർജി കിട്ടും. ഞാനാണെങ്കിൽ ചായ അഡിക്റ്റ് ആണ്. ഇന്നലെ ഞങ്ങൾ 3 കോഴിമുട്ട ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് പൊട്ടി കേട് വന്നോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അതങ്ങ് ജസ്റ്റ് ഒഴിവാക്കി കോഴിമുട്ടാക്കി. ഈ മല അങ്ങനത്തെ സ്ഥലത്തൊക്കെ കയറുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇട്ടേക്കരുത്. അപ്പൊ ഒക്കെ ജസ്റ്റ് എടുത്ത് നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം. ഓക്കെ, ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഞങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ സാധനവും ഞങ്ങൾ പ്ലാസ്റ്റിക് അടക്കുക മൊത്തം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് താഴത്തേക്ക് ഇറങ്ങുന്ന ഇത് എന്തായാലും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, കാരണം ഇതിൽ 2% ചാർജേ ഉള്ളൂ. വിലൊക്കെ പറയുന്നത് ഇതാണ് റോഡ് എന്നാണ്. ഓർമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലം വയ്യൊന്നും ഓർമ്മയില്ല. എന്തായാലും വെളി പറയുന്നിടത്ത് കൂടി നമുക്ക് പോവാം. മെയിനായിട്ട് പന്നിക്കുഴി ഉണ്ടോ നോക്കണം, കാരണം ഇപ്പൊ മൊത്തത്തിൽ കാടുള്ള സ്ഥലമാണ്. ഇപ്പൊ പന്നിക്കുഴിന്റെ സീനായിരിക്കും. ഫൈനലി ഞങ്ങൾ റോഡുമേലെത്തി. കൊറേ വയ്യേറ്റി പോയിക്കെങ്കിലും ഇപ്പൊ ലാസ്റ്റ് റോഡുമേലെത്തി.